ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു ഒന്നാം തരം ചിക്കൻ ബിരിയാണിയാണ്. ഈ ചിക്കൻ ബിരിയാണിയുടെ കൂട്ടുകളെല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഒരു റെഡിമെയ്ഡ് മസാലയും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. നിങ്ങളത് തീർച്ചയായും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന്. നിങ്ങളിൽ പലരും എൻ്റെ ചാനൽ കാണുന്നുണ്ടാവും, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ഉണ്ടാകാം. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എൻ്റെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ കൂടിയാണ്. എന്നാൽ ഞാൻ നിങ്ങളെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചെയ്ത് കാണിക്കാം. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ നല്ലതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് 3 മണിക്കൂർ നേരം വയ്ക്കണം. അതിന് വേണ്ടിയ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. 1 ടീസ്പൂൺ കുരുമുളക്, 4 ചെറിയ ഏലക്ക, ഒരു വലിയ ഏലക്ക, ഇത് അവൈലബിൾ ആണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഒരു ചെറിയ കഷ്ണം ജാതിക്ക, 4-5 ഗ്രാമ്പൂ, ഒരു ജാതിപത്രി, 2 കഷ്ണം കറുവപ്പട്ട, 2 ബേ ലീഫ്, ഒരു തക്കോലം, 1/2 ടീസ്പൂൺ കസ്കസ്, 1 ടീസ്പൂൺ ജീരകം. ഇതിൻ്റെ കൂടെ 4 ഉണങ്ങിയ മുളകും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുന്നു. ഇതെല്ലാം ഒന്ന് ചെറുതാക്കി ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഞാൻ ചൂടാക്കുന്നത് പൊടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മസാല ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള സാധനങ്ങൾ: 4 പച്ചമുളക് ചതച്ചത്, കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് 1 കപ്പ് തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് കൈകൊണ്ട് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 3 മണിക്കൂർ നേരത്തേക്ക് വെക്കണം. 3 മണിക്കൂർ കൂടുതൽ നേരം വെച്ചിരുന്നാലും അത്രയും നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ വെക്കണം. നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി ഗ്രേവി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു കടായി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് എണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. കടായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ മാത്രം ഒഴിച്ചാലും മതി. നെയ്യും എണ്ണയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ഒഴിക്കാൻ. കൂടുതൽ വേണ്ടാത്തവർ കൂടുതൽ ഒഴിക്കണ്ട. ഇനി നമുക്കിതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പൂ, 2 ഏലക്ക, ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു 1/2 മിനിറ്റിനുള്ളിൽ മൂത്ത് വരും. അപ്പോഴത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഞാൻ സവാള ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. മീഡിയം വലിപ്പത്തിലുള്ള 3 സവാള. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരണം.
എളുപ്പം മൂക്കാൻ വേണ്ടി അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് 3 പച്ചമുളക് കീറിയിട്ടത്, അധികം എരിവില്ലാത്തതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് 3 തക്കാളി മിക്സിക്കകത്ത് അടിച്ച് പ്യൂരിയായിട്ട് എടുത്താണ് ചെയ്യുന്നത്. ഇത് നല്ലതായിട്ട് ഇളക്കുക. ഒരു 7-8 മിനിറ്റ് നല്ലതായിട്ട് ഇതിൽ കിടന്ന് നല്ലതായിട്ട് വെന്ത് എണ്ണ ഇറങ്ങുന്നവരെ നമുക്ക് ഇളക്കാം. കുറച്ച് നേരം അടച്ചു വയ്ക്കാം. നല്ലതായിട്ട് മൂത്ത് വരണം. കുറച്ച് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. നമുക്ക് ഈ ടൊമാറ്റോ വേകുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ബേ ലീഫ്, 1 തക്കോലം, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 വലിയ ഏലക്ക അല്ലെങ്കിൽ ചെറിയ ഏലക്ക ആയാലും മതി, 1 ജാതിപത്രിയുടെ ശകലം, 2 പച്ചമുളക്. നമുക്കിതിലേക്ക് അരി ഇടാം. ഞാനിവിടെ 700 ഗ്രാം അരി എടുത്തിട്ടുണ്ട്. നല്ല ബസുമതി റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അരമണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ബസുമതി അരി നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല അരി നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മുടെ ബിരിയാണി വളരെ നന്നായിട്ട് വരുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരോട് ചേർത്ത് കൊടുക്കുക. അപ്പം ആ ചോറിന് നല്ല വൈറ്റ് നിറമുണ്ടാവും. ഒരു 2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഇറച്ചി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഈ ഇറച്ചി 4-5 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഈ ചിക്കൻ ഇനി നമുക്ക് ഒരു 3/4 വേവാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രം കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം തീയിലിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അല്പം മല്ലിയില, ഒരു 1/2 കപ്പ് പുതിനയില ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ ചോറ് ഏതാണ്ട് വേകാറായി. ഇതിലേക്ക് 2 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം ചോറ് ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. നമ്മുടെ ഈ ചോറൊരു 3/4 വേവായാൽ മാത്രം മതി. ഇതേ കണ്ടല്ലോ, നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയെടുത്ത് കളയാം. ഇനി ഈ ഇറച്ചിയിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് പുതിനയില, 1/4 കപ്പ് മല്ലിയില, നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം തീയിലിട്ടാൽ മതി. ഇനി ഈ ഗ്രേവിയിലേക്ക് 7 കാഷ്യൂനട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് അരച്ച് ഇതിനകത്ത് ചേർക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 2 സ്പൂൺ തേങ്ങ ചിരകി ഇതും കൂടെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ചിക്കൻ ഏകദേശം ഒരു 80-90% ഇത് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ടും തേങ്ങയും കൂടെ അരച്ച മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ അവസാനം ഒഴിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് അരച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവസാനം ഇത് ചേർത്തത്. 2 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം. നമ്മുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത്
ബിരിയാണി പോട്ടിലിട്ട് ദം ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു ബിരിയാണി പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്യുക. ആദ്യം നമുക്ക് ചിക്കൻ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 4 സൈഡിലും പിന്നെ നടുക്കുമായിട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗ്രേവിയും കൂടി ഇതിലേക്ക് ഒഴിക്കുക. നമുക്ക് ലെയറായിട്ട് വേണം ദം ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഈ ചോറിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഈ ചോറ് വേവിച്ചപ്പോൾ ഇട്ട ഈ കറുകപ്പട്ട അതുപോലെ ഏലക്ക എല്ലാം ഒന്ന് എടുത്ത് മാറ്റിക്കളയുക. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് നേരത്തെ വറുത്ത് വെച്ചതാണ്. നിങ്ങൾക്കിത് വീട്ടിൽ നേരത്തെ വറുത്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു 2-3 സവാള ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണയ്ക്കകത്ത് വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ചൂട് പാലിൽ കുങ്കുമപ്പൂ കലക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. കിട്ടുകയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ അല്പം മഞ്ഞ കളറോ എന്തെങ്കിലും ചേർത്താൽ മതി. മഞ്ഞളോ എന്തെങ്കിലും ചേർത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ലെയറും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും ചോറ് വേവിക്കുമ്പം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വെന്ത് പോകരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റ് വരത്തില്ല. ഇനി ഇതിലേക്ക് അല്പം സവാള വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ. ഈ സാഫ്രൺ മിൽക്കും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ 3 ലെയറായിട്ടാണ് ചിക്കനും ചോറും കൂടെ ഇട്ടിരിക്കുന്നത്. നിങ്ങളുണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒരു 1-2 ലെയറാക്കി ഇടാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം റോസ് വാട്ടറും കൂടെ മേളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടപ്പ് കൊണ്ട് നമുക്ക് നല്ലതായിട്ട് അടച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ മുഴുവനും ആട്ട ചുറ്റി വയ്ക്കുക. ഇതുപോലെ നല്ലതായിട്ട് കവർ ചെയ്യുക. ഞാനിത് ആട്ട വെച്ചിട്ട് നല്ലതായിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലൊരു തവ എടുത്തിട്ട് നല്ലതായിട്ട് ചൂടാക്കുക ഈ തവ. എന്നിട്ട് ഈ പാത്രം എടുത്ത് ഇതിലേക്ക് വെച്ച് ചെറിയ ചൂടിൽ ഒരു 20 മിനിറ്റ് ദം ചെയ്തെടുക്കുക. ഞാൻ ഈ തവ നല്ലതായിട്ട് ചൂടാക്കാനായിട്ട് തീ കത്തിച്ച് ഒരു 5 മിനിറ്റ് ചൂടായതിന് ശേഷം
നമുക്ക് ഈ ബിരിയാണി പോട്ട് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. തവ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി 20 മിനിറ്റ് ഇടാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ തീ ലോ ഫ്ലെയിമിൽ ഇടുന്നു. നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായി. ഞാൻ ഇതുവരെ ഇത് തുറന്നിട്ടില്ല. നമുക്കിത് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ആരോമ വരുന്നുണ്ട്. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഇതൊരു പ്ലേറ്റിലിട്ട് കാണിക്കാം. ഇതാ നോക്കിയേ, ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുകയും ചെയ്തു. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.